ഹലോ, ആ അതെ, കാതറിനാണ്. ആ ഇവിടെ ലൊക്കേഷനില്ല. ആരാ? അയ്യോ അയ്യോ പറയൂ സാർ. ആര്? അയ്യോ ഞങ്ങളങ്ങനെ ചെയ്യത്തില്ല. ശരി സാർ, ശരി. എന്റെ ദൈവം, ഇനി എന്തൊക്കെ കൊല്ലാൻ പാവുമെന്നോ. ആരാടാ മരിച്ചേ? ആര് മരിച്ചെന്ന്? പോലീസ് സ്റ്റേഷനിൽ ASI രാഘവൻ സാറാ വിളിച്ചത്. നമ്മുടെ നടിയില്ലേ സകരിമ, കഴിഞ്ഞ പ്രാവശ്യം ഷൂട്ട് കഴിഞ്ഞിട്ട് ഇതുവരെ വീട്ടിൽ ചെന്നിട്ടില്ലെന്ന്. ദിവസം കൊണ്ട് മിസ്സിംഗ് ആണെന്ന്. ആ കുട്ടിയുടെ തിരോധാരണത്തിന് നമുക്ക് പങ്കുണ്ടെന്ന്. കർത്താവേ, നമ്മളെന്താ ചെയ്തെന്ന്? ആ നമ്മളാണ് ഇതിന്റെ പിന്നിൽ നമ്മളെ ചോദ്യം ചെയ്യാൻ രാഘവൻ സാർ ഇങ്ങോട്ട് വരുന്നെന്ന്. എനിക്ക് വയ്യ. ഒരു പെണ്ണിനെ കൊന്ന് കുഴിച്ചു മൂടിയിട്ട് ഇവിടെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് വിലസി നടക്കുകയാണല്ലടാ. അയ്യോ, ആര് കുഴിച്ചു മൂടി? ഏത് പെണ്ണ്? ആര് കുഴിച്ചു മൂടിയെന്നാ അടുത്തതിന്റെ? സാറിന് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. സാർ, ഞാൻ സാറിന്റെ കൂടെ പഠിച്ച സോദരൻ അനിയൻ കാതരൻ. എനിക്കറിയാടാ. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിന്നെ കൊച്ചിലെ മുതൽ ഞാൻ കണ്ടിട്ടുണ്ട്. നീ മുണ്ടും തുണിയില്ലാതെ മൂക്കിന്ന് ഒലിപ്പിച്ച് കിടക്കുന്ന പ്രായത്തിൽ കണ്ടിട്ടുള്ളതാ. ഒരു കാര്യം മനസ്സിലാക്കി, സോദരൻ എന്റെ കൂടെ പഠിച്ചു തന്നെ. പക്ഷെ ആ ബന്ധമൊന്നും ഞാൻ കേസന്വേഷണത്തിൽ കാണിക്കില്ല. മനസ്സിലായ? കന്നന്തിരി കാണിച്ചിട്ട് നിന്ന് പരിഗണനൊന്നും മനസ്സിലായില്ലടാ. ഇല്ല സാർ, എനിക്കൊന്നും മനസ്സിലായില്ല സാർ. ഞാനൊന്നും കാണിച്ചിട്ടില്ല സാർ. എടാ, ആ സരിഗമയെ കാണാനില്ല ഒരാഴ്ചയായിട്ട്. ഞാൻ വിളിച്ചു പറഞ്ഞില്ലേ നിന്റെ അടുത്ത്? സരിഗമ, നിങ്ങളുടെ കൂടെ ഉള്ള നടി സരിഗമ. സരിഗമല്ല, സകരിമ. പഠിപ്പിക്കാൻ യഥാർത്ഥ പേരതാണെന്ന് പറഞ്ഞു. സകരിമ. ശരി, ആയിക്കോട്ടെ. സകരിമ ആയെങ്കിൽ നീ കൊല്ലുവോ? സരിഗമ ആയെങ്കിൽ വെറുതെ വിടും. സകരിമയാണെങ്കിൽ നീ കൊല്ലുവോടാ? ഇല്ല. കൊല്ലടാ? ഇല്ല. എന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടാ. കാരണം നീ സ്വാതന്ത്ര്യം എടുത്ത് വെച്ചാൽ മതി. സ്വാതന്ത്ര്യം ഞാൻ ഇപ്പോഴും എടുത്തിട്ടിരിക്കും. പറയാ പറഞ്ഞിട്ടുണ്ട് പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴേ. ഞാൻ ഇന്ന് ഇടിച്ചിട്ടേ പോവുള്ളൂ എല്ലാത്തിനും. എനിക്ക് ഈ കൊലപാതകം തെളിയിക്കണം. എനിക്ക് പുതിയ DGP എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഈ കേസ് അന്വേഷണം. ഈ നിന്റെ പറഞ്ഞ സരിഗമ ഉണ്ടല്ലോ, സകരിമ, അവളുടെ കേസ് അന്വേഷണം എന്ന് പറഞ്ഞാൽ അവൾ ആര് കൊന്നു, എങ്ങനെ കൊന്നു, ഇത് മര്യാദയ്ക്ക് നിനക്ക് അറിയാമെങ്കിൽ പറ. നീ കൊന്നാണോ? അപ്പൊ നിനക്കറിയാം. അറിയില്ല. അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാടാ? അവൾ എങ്ങനെ വെറുതെ അങ്ങ് പറന്നു പോകും? അല്ല, ഇവിടെ അവൾ ആസിഡ് അങ്ങ് താനെ അങ്ങ് ഇല്ലാതെ. പണ്ടാണെങ്കിൽ പെട്രോൾ ഇങ്ങനെ അനിലിഞ്ഞ് ഇല്ലാതാവുമല്ലോ. ഇവാപ്പറേഷൻ പഠിച്ചിട്ടില്ലേ നീ? പഠിച്ചിട്ടുണ്ടോടാ സ്കൂൾ ക്ലാസ്സിൽ? ഇല്ല. ഇവാപ്പറേഷൻ നീരാവിയായിട്ട് പോകുന്നല്ലേ. അന്ന് ക്ലാസ്സിൽ കയറിയില്ലായിരുന്നു. ക്ലാസ്സിൽ കയറില്ല, അതിന്റെ കുഴപ്പമാണ്. അല്ല സാറേ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒന്നുകിൽ നീ കൊന്നു, ഇല്ല അല്ലെങ്കിൽ കൊലപാതകത്തെ കുറിച്ച് നിനക്കറിയാം. സകരിമ ഇവിടെ 2 വർഷം ഷൂട്ടിങ്ങിന് വന്നു എന്ന് പറയുന്നത് നേരിടുന്നു. അതിനുശേഷം എന്താ, ആരാണ് കൊന്നതെന്ന് നീ എനിക്ക് പറഞ്ഞ പിന്നെ ഞാൻ വെറുതെ വിട്ടേ. സത്യമായിട്ട് എനിക്ക് അറിയില്ല. എനിക്കുള്ള ഇരട്ട പേര് നിനക്കറിയല്ല. എന്താണ്? ചീങ്കണ്ണി രാഘവൻ. ആ പേര് മാറിയത് നീ അറിഞ്ഞില്ല? ഇടിയൻ രാഘവൻ പേര് മാറിയ നീ അറിഞ്ഞില്ലേ? ഈ കൊച്ചിനെ നീ ആദ്യമായിട്ട് എവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്? അത് പറ. ആദ്യമായിട്ടൊരു പെൺകുട്ടിയെ കാണുകയല്ലേ, സിനിമയിലേക്ക് വരാൻ പോലെ ഞാൻ ചോദിച്ചു. വേറെ വല്ല പടത്തിൽ വല്ല അഭിനയിച്ചിട്ടുണ്ടോ? പുതുമുഖമാണോ? നീ ചോദിക്കേണ്ട കാര്യം എന്താ? നീ ചോദിക്കേണ്ട കാര്യം എന്താ? ഇവിടെ പടത്തിൽ അഭിനയിക്കാനല്ലേ വന്നത്? അതെ. എടാ, ഈ പടത്തിൽ അഭിനയിക്കാൻ സംവിധാനം പറഞ്ഞിട്ടല്ലേ വന്നത്? അതെ. അല്ലെങ്കിൽ ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ഇല്ല, അവനും ഇടിയുണ്ട് കേട്ടാ. അവൻ കൊണ്ടുവന്നു. അപ്പൊ നീ പുതുമുഖമാണോ? നീ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യം എന്താ? ഈ ഒരു വേഷം താങ്ങുമെന്ന് അറിയാൻ വേണ്ടി. താങ്ങുമെന്നോ? ആര് താങ്ങുമെന്ന്? ഈ കുട്ടിയുടെ കയ്യിൽ സുഭദ്രമാണോ എന്റെ കഥാപാത്രം? അതുകൊണ്ടല്ലേ അതിനെ വിളിച്ച് അഭിനയിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, ഈ വേഷം ചെയ്യാനായിട്ടല്ലേ അതിനെ വിളിച്ചത്? അല്ല, ഈ മൊയ്തീന് ചെറിയ മാമന്റെ മക്കളെയൊക്കെ പിടിച്ചോണ്ട് വന്ന് ഇങ്ങനെ അഭിനയിപ്പിക്കുന്ന ചെറിയ ശീലമുണ്ടെന്ന് അവരെ 10-6 അവനും ഇതിന് പങ്കുണ്ടെന്ന് അർത്ഥം. നീ അത് തുറന്നു പറ. അവന് ചിലപ്പോ ഉണ്ടാവാതിരിക്കാം. പക്ഷെ അങ്ങനെ നീ അവനെ രക്ഷിക്കാൻ നോക്കട്ടെ. അവന് പങ്കുണ്ടോ ഇല്ലേ? അല്ല, ഈ കുട്ടി അഭിനയിക്കത്തില്ല, അതായിരുന്നു. അവൾ പറഞ്ഞു എനിക്ക് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. താല്പര്യം ഇല്ലാതെ ഇവിടെ വരുവാടാ.
താല്പര്യം ഇല്ലാതെ ഇവിടെ വരും. അത് വരത്തില്ല. അല്ല, അപ്പൊ വേറെ ഇവിടെ ഒരു നടി ഇവിടെ സെറ്റിൽ വരണം എന്തിനാണ്? അഭിനയിക്കാൻ. അപ്പൊ പിന്നെ താല്പര്യമുണ്ടോ എന്ന് അനാവശ്യമായിട്ടുള്ള ചോദ്യം ചോദിച്ചു തന്നെ നിന്റെ കണ്ണം തരും. അല്ല സാറേ, വേറെ ഞാൻ ചോദിക്കണം, നീ എന്തിനാ അവളുടെ അടുത്ത് ചോദിച്ചു? എന്റെ കഥാപാത്രം താങ്ങുമെന്നറിയാൻ താങ്ങൂന്നറിയാൻ വേണ്ടി നീ ചോദിച്ചു. സാറ് താങ്ങല്ലേ? താല്പര്യം ഉണ്ടോന്ന് നീ എന്തിനു ചോദിച്ചു? താല്പര്യം ഉണ്ടോന്ന് എന്തിനു ചോദിച്ചു? താല്പര്യം ഞാൻ ചോദിക്കട്ടെ, ഒരാൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോ താല്പര്യം ഇല്ലാതെ വരുമോ? വഴിയ റോഡിൽ കൂടെ പോണ ഒരുത്തൻ കയറി വരുമോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചോദിക്കണം, അവൾ ഇവിടെ അഭിനയിക്കാനാണോ വന്നത്? മൊയ്തീൻ ബ്രെയിൻ വാഷ് താല്പര്യമില്ലാത്ത കുട്ടിയെ കൊണ്ടുവന്നു. അവൾ ഇവിടെ അഭിനയിക്കാനാണോ വന്നത്? അതെ. അപ്പൊ അവളുടെ മനസ്സിൽ താല്പര്യം ഉണ്ടോ? ഉണ്ടായിരിക്കാം. ഉണ്ടായിരിക്കാന്നോ? ഉണ്ടാവാം. ഉണ്ടെന്ന് പറയണം. ഉണ്ട്. പിന്നെ എന്തിന് നീ ചോദ്യം ചോദിച്ചു? അതാണ് ഫസ്റ്റ്. അത് തന്നെ സംശയം. അല്ല സാർ, ഇവിടെ പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. നിന്റെ നാവിൽ നിന്ന് വീഴുന്ന അബദ്ധങ്ങളാണ് ഞങ്ങൾക്ക് വലിയ തെളിവ്. അതല്ല സാർ, ഞാൻ ആ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചതല്ലേ സാർ ചോദിക്കുന്നത്. കുട്ടിയുടെ താല്പര്യമാണോ, മൊയ്തീൻ ഒരു താല്പര്യം ഇഞ്ചക്ട് ചെയ്തതാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ കുട്ടിയുടെ അടുത്ത് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചത്. ഇഞ്ചക്ഷന്റെ പരിപാടി ഉണ്ട്? അല്ല, ബ്രെയിൻ വാഷ് ചെയ്തിട്ട്. ബ്രെയിൻ വാഷിംഗ്, അവന് ബ്രെയിൻ വാഷിംഗ് ഉണ്ട്, ഇഞ്ചക്ഷന്റെ പരിപാടി ഉണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒരാളെ പ്രകോപിപ്പിച്ചുകൊണ്ട്. പ്രകോപിപ്പിച്ചോണ്ടോ? അവളെ എങ്ങനെയാടാ പ്രകോപിപ്പിക്കണം? ഇതിൽ അഭിനയിക്കാൻ പ്രകോപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അങ്ങനെ ഇങ്ങനെ എന്താണ് നീ നിന്റെ മനസ്സിൽ എന്തോ ഉണ്ട്, കിടന്ന് കുഴയാണ് നീ. ഇല്ല സാർ, കുഴയാണ്, അതിന് കള്ള ലക്ഷണമുണ്ട്. ഇല്ല സാർ, ഒന്നും കുഴയുന്നില്ല. ഇപ്പൊ മൊയ്തീന്റെ അവളുടെ താല്പര്യമാണോ മൊയ്തീന്റെ താല്പര്യമാണോ എന്നല്ലേ നിനക്ക് സംശയം അന്നുണ്ടായിരുന്നത്? അതെ. അങ്ങനെ ഒരു സംശയം വരണമെങ്കിൽ മൊയ്തീൻ ഇതേപോലുള്ള ചില പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പും മൊയ്തീൻ സ്വന്തത്തിലുള്ള കുഞ്ഞമ്മയുടെ മക്കളെയൊക്കെ കൊണ്ടുവന്നിട്ട് ചെറിയ ആർട്ടിസ്റ്റ് ആണെന്ന്. അപ്പൊ അവർ താല്പര്യമില്ലാത്തവരുടെ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞു ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ ആ ഫണ്ടിൽ നിന്നൊക്കെ ചെറിയ വലിയ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചോദിക്കുന്നത് അതല്ല, താല്പര്യമില്ലാത്ത പെണ്ണുങ്ങളെ താല്പര്യം ഉണ്ടെന്നും പറഞ്ഞ് കള്ളം പറഞ്ഞ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ലേ? കൊണ്ടുവന്നിട്ടുണ്ട്. അതെനിക്ക് അറിഞ്ഞാൽ മതി. അതിന് നീ ഇത്രയും കുഴയേണ്ട കാര്യം എന്താ? ഇത് ആദ്യം പറഞ്ഞാൽ മതി. അപ്പൊ മൊയ്തീന്റെ നേരെയാണ് സംശയത്തിന്റെ പേരിൽ പോകുന്നത്. പറഞ്ഞു മനസ്സിലായില്ല? താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ പെണ്ണെന്ന് പറഞ്ഞു? ആ പെൺകുട്ടി പറഞ്ഞു, എന്റെ താല്പര്യമുണ്ട്, എന്റെ താല്പര്യത്തിലാണ്. എന്റെ താല്പര്യം നിന്റെ താല്പര്യം അല്ല, എന്റെ അല്ല, ആ കുട്ടിക്ക് താല്പര്യമുണ്ട്. മൊയ്തീന്റെ താല്പര്യമല്ല, സരിഗമല്ല, സകരിമ. നീ പേരിലാണോ കാര്യടാ? പേര് പറഞ്ഞ പെണ്ണിനെ തിരിച്ചു കിട്ടുമോ? എന്ത് കറക്റ്റായിട്ട് നീ എന്നെ തിരുത്തണ്ട. പുല്ല് വല്ലാത്ത പേരും കൊണ്ടിട്ടിട്ട്. എന്താണ് പേരെന്താണ്? സകരിമ. അതിന്റെ അർത്ഥം എന്തോന്ന്? അപ്പൊ അത് തന്നെയല്ലേ സരിഗമ? ഇവിടെ സരിഗമ എന്ന് പറഞ്ഞാൽ അതല്ലേ? അതിനല്ലേ പിന്നെ നീ പറഞ്ഞ പേര്? അറിഞ്ഞൂടാത്ത ആരാണ് സരിഗമ പാടിയതാണ് പോലും. സകരിമ. അങ്ങനെ ഒരു പേര് വിട്ട് എന്തിനാണെന്ന് നീ ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചില്ല സാർ. എന്താ ചോദിക്കാത്ത? സാധാരണഗതിയിൽ അങ്ങനെ ഒരു പെണ്ണിനെ കാണുമ്പോ എന്താ ഈ പേരിന്റെ അർത്ഥം ചോദിക്കില്ലേ? നീ വലിയ എഴുത്തുകാരനല്ലേടാ? അതെ. അല്ല, ഞാൻ കുട്ടിയുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ഇടപെടുന്നത് മോശമല്ലേ? പിന്നെ ബാക്കി നീ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പേഴ്സണൽ കാര്യമല്ലേ? അഭിനയം എന്ന് പറയുന്നത് ഞാൻ എഴുതി വെച്ച കഥാപാത്രം താങ്ങുമോ എന്ന് അറിയാൻ വേണ്ടി. അവള് താങ്ങായത് എന്തോ മലയാ? കഥാപാത്രം മലയാണോടാ? അത്രയും മല പോലെ ശക്തമായ ഒരു കഥാപാത്രം. മല പോലെ? നിന്റെ കഥാപാത്രം അല്ല, മല പോലെയാണ്. അതുകൊണ്ടാണ് എലി പോലെ പോണത്. ശക്തിയുടെ കാര്യത്തിൽ മലയൊന്ന് ഉപമിച്ചാണ് സാർ. ഇവിടെ ശക്തി അവള് താങ്ങുമെന്ന് ചോദിക്കാൻ പോട്ടെ, താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് താല്പര്യം ഉണ്ടെന്ന് അപ്പൊ 1-2 സീൻ ഞാനൊന്ന് അഭിനയിപ്പിച്ചു. എന്തിനാ നീ അഭിനയിപ്പിക്കുന്നത്? ഞാനൊന്ന് റൊമാൻസ് അവക്ക് റൊമാൻസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അത് തന്നെയാണ് പ്രശ്നം. അവക്ക് റൊമാൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിനക്കറിയണം. അതല്ലേ നിന്റെ താല്പര്യം? അതെ. അവക്ക് റൊമാൻസ് ചെയ്യാൻ പറ്റുമെന്ന് നീ അറിയേണ്ട കാര്യം എന്താടാ? അല്ല, എന്റെ കഥാപാത്രം ഞാൻ ചോദിക്കണം. അവക്ക് റൊമാൻസ് ചെയ്യാൻ പറ്റുമെന്ന്, അവൾക്ക് റൊമാൻസ് ചെയ്യാൻ പറ്റുമെന്ന് അവളുടെ ഭർത്താവ് അന്വേഷിക്കണം, അല്ല അവളുടെ കാമു അന്വേഷിക്കണം. പറഞ്ഞു മനസ്സിലായില്ലേ? ഇടയ്ക്കേറി പറയരുത്, ഇടിച്ചതിന്റെ പരിപ്പളൊക്കെ ഞാൻ. ഒരു പെണ്ണ് റൊമാൻസ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള ഒന്നിൽ അവളുടെ കാമുകൻ ചോദിക്കണം, ഇല്ലെങ്കിൽ അവളുടെ ഭർത്താവ് ചോദിക്കണം. തന്നെ അവക്ക് റൊമാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രേമമൊക്കെ ബന്ധപ്പെട്ടല്ലേ? അതെ അതെ. പിന്നെ എന്ത്? അല്ല, ഇത് രണ്ടും എഴുതി വെച്ചത് അവിടെ കാമുകനും ഭർത്താവും അല്ലേ, ഞാനല്ലേ? അപ്പൊ ഞാൻ അറിയണ്ടേ? അപ്പൊ അവക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് സംശയം വരേണ്ട കാര്യം. നീ അതുകൊണ്ട് അവളുടെ അടുത്ത് നീയായിട്ട് റൊമാൻസ് ചെയ്യാൻ പറഞ്ഞ? ഞാനുമായിട്ട് ചെറിയൊരു പാട്ടിറങ്ങും പോലെ ഒന്ന് കളിച്ചു നോക്കി. റൊമാൻസിന് പറ്റുമെന്ന് 2 ഡയലോഗ് പറഞ്ഞു നോക്കി, അത്രേ ഉള്ളൂ. അത് എവിടെയാണ് നീ വിളിച്ചോണ്ട് പോയത്? ഇല്ല, ആ റൂമിനകത്തിട്ട് തന്നെ. ആ റൂമിനകത്തിട്ട് തന്നെ? റൂമിനകത്തിട്ട് ഒരു പെണ്ണിന് റൊമാൻസ് പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി നീ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നെ പോലെ വൃത്തികെട്ട ഈ ലോകത്ത് വേറെ എന്റെ തൊഴിലല്ലേ സാർ? നിന്റെ തൊഴിലാണോ റൊമാൻസ്? നിന്റെ തൊഴിലാണോ കഥാപാത്രം പ്രാപ്തനാണോ നോക്കുന്നത്? എന്റെ തൊഴിലല്ലേ സാർ? നിന്റെ തൊഴിലാ? അതിനെന്തിനാ മുറിക്കാത്ത? ഞാൻ ചോദിക്കട്ടെ, വെളിയിൽ നിന്ന് പൊട്ടി അകത്ത് നിന്ന് കുറ്റിയിട്ടാ? നീ റൂമിനകത്ത് കയറുമ്പോ മറ്റുള്ളവരെ കാണാതിരിക്കാൻ വേണ്ടി ഈ റൊമാൻസ് മറ്റുള്ളവർ കാണുന്നത് ശരിയാണോ അല്ലേ? എടാ, ഈ റൊമാൻസ് നീയും പെണ്ണും കൂടെ ചെയ്യുന്നത്, റൊമാൻസ് നടത്തുന്നത് മറ്റുള്ളവർ കാണുന്നത് ശരിയോ തെറ്റോ?
തെറ്റാണല്ലോ. അപ്പൊ നീ കുറ്റിയിട്ടിരിക്കും. നീ പുറത്തുനിന്ന് കുറ്റിയിട്ടോ അകത്തുനിന്ന് കുറ്റിയിട്ടോ? ഞാൻ അങ്ങനെ സാർ അകത്ത് ചെയ്യുന്ന ഞാൻ പുറത്തുനിന്ന് കുറ്റിയിട്ട് അപ്പൊ അകത്തുനിന്ന് കുറ്റിയിട്ട് അകത്തുനിന്ന് കുറ്റിയിട്ടു. ഇത് അറിയാൻ വേണ്ടി തന്നെ നിന്റെ നാവിൽ നിന്ന് തന്നെ എനിക്ക് പിടിച്ചെടുക്കണോ? അത് പോലീസാണ് പുല്ല്. പറഞ്ഞു മനസ്സിലായി? അല്ല സാർ, നീ അകത്തുനിന്ന് കുറ്റിയിട്ടു. അകത്തുനിന്ന് കുറ്റിയിട്ടപ്പോ അവളെ ഒബ്ജക്ഷൻ പറഞ്ഞ എന്ത് ഒബ്ജക്ഷൻ പറഞ്ഞാടാ? ഒബ്ജക്ഷൻ ഇല്ല, പറഞ്ഞില്ല. എന്ത് പറയാത്ത അവള്? ആ കുട്ടിയെ അവളും അല്ല അഭിനയിക്കാൻ താല്പര്യം. ഞാൻ ചോദിക്കട്ടെ, നിന്നെ പോലെ എടുത്ത് നിന്നെ പോലെ ഒരു സോദരന്റെ അതൊക്കെ അങ്ങ് വീട്ടിൽ പറഞ്ഞാൽ മതി. നീ ഇവിടെ ബന്ധം പറയരുത് കേട്ടാ. സോദരന്റെ അനിയൻ അങ്ങ് നിങ്ങൾ ഒരു ക്ലാസ് പറഞ്ഞ് പഠിച്ചേന് 10ാം ക്ലാസ്സിൽ അതുകൊണ്ട് നിനക്ക് കൊല ചെയ്യാ. സോദരനെ ഞാൻ ഒരു ക്ലാസ് പഠിച്ചോണ്ട് നിനക്ക് കൊല ചെയ്യല്ലേ? അല്ല അങ്ങനെ കുറ്റിയിട്ടപ്പോ ആ പെണ്ണിന്റെ മൂത്തുള്ള ഭാവ വ്യത്യാസം എന്തായിരുന്നു? കുട്ടി തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. എന്റെ പേര് തിരിഞ്ഞു നിന്നപ്പോ നീ അറിയാതെ കുറ്റിയിട്ടില്ലടാ. അപ്പൊ അല്ലല്ല, കുട്ടിയുടെ ഭാവം ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പൊ തിരിഞ്ഞു നിന്നപ്പോലെ നീ കുറ്റിയിട്ടത്. ഇടാ ഞാൻ ചോദിക്കട്ടെ, നിന്നെ പോലെ വൃത്തികെട്ടവനാ. അയ്യോ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ പറയല്ലേ. പെണ്ണ് തിരിഞ്ഞു നിന്നപ്പോലെ നീ കുറ്റിയിട്ടത്. അല്ലെങ്കിൽ അവള് കാണണമായിരുന്നു കുറ്റിയിടുന്നത്. അല്ല ഞാൻ കുട്ടിയെടുത്ത് പറഞ്ഞിട്ടാണ് കുട്ടിയിട്ടത്. കുറ്റിയെടുത്ത് പറഞ്ഞിട്ട് നീ കുറ്റിയിട്ടു. ഇതിന് അവളുടെ അടുത്ത് പറഞ്ഞ കുറ്റിയിടാൻ പോണ കാര്യം അത് അഭിനയിക്കാൻ വേണ്ടി. ഞാൻ ചോദിക്കട്ടെ, നിന്റെ മനസ്സിൽ നല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ഞാൻ കുറ്റിയിടാൻ പോവുകയാണ് എന്ന് പറയേണ്ട കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു. എന്തിനു പറഞ്ഞത്? അവിടെ തന്നെയാണ് കുഴപ്പം. അവളുടെ മനസ്സ് നിനക്ക് വായിച്ചെടുക്കണം. ഒബ്ജക്ഷൻ ഉണ്ടോ എന്ന് അറിയണം. നീ പെണ്ണിന്റെ അടുത്ത് എന്തെങ്ങനെ പറഞ്ഞു? ഞാൻ കുറ്റിയിട്ടോട്ടെ എന്ന് ചോദിച്ചാ? ഞാൻ റൊമാൻസിൽ നിന്ന് ചെയ്യാൻ പോവുകയാണ്, വാതിലൊന്ന് ചാരുവാണി ഒന്ന് കുറ്റിയിടുവാണി എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് പറഞ്ഞ പെണ്ണ്? നീ ഇത് ചോദിച്ചു തന്നെ പരമ വൃത്തികെട്ടവനായോണ്ടാണ്. ഞാൻ റൊമാൻസ് ചെയ്യാൻ പോവാണ്, ആരും കാണാതെ കുറ്റിയിടാൻ പോവാണെന്ന്. അതിന് മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടി ഞാൻ കുറ്റിയിടാൻ പോവാണെന്ന് നീ പറഞ്ഞു. നീ ഇത് പറഞ്ഞത് തന്നെ മഹാവൃത്തിയുടെ നിന്നെ പോലുള്ള എന്റെ മനസ്സിന്റെ ഉദ്ദേശം ചുമ്മാ സർക്കാരിന് ചീത്ത നിന്നെ പോലുള്ള. നീ എന്നിട്ട് അത് പറഞ്ഞു. പെണ്ണെന്ത് പറഞ്ഞു? അഭിനയിക്കാനല്ലേ എന്ന് കുഴപ്പമില്ല. അഭിനയിക്കാനല്ലേ എന്ന് എടുത്തു ചോദിച്ചു. അത് എന്നെ വേറെ പെണ്ണിന്റെ മനസ്സിൽ വേറെ അങ്ങനെ തന്നെ ആണോ ചോദിച്ചെന്ന് ഡൗട്ട് ഉണ്ട്. അവൾ എന്ത് ചോദിച്ചെന്ന് നീ ആലോചിച്ച് പറ. അവൾ പറഞ്ഞു അഭിനയിക്കാനല്ലേ. അഭിനയിക്കാനല്ലേ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? അഭിനയിക്കാനല്ലാതെ പിന്നെ എന്തിനാണ് കുറ്റിയിടുന്നത്? മറ്റൊരു ഞാൻ ചോദിക്കുന്നതാണ്, അഭിനയിക്കാൻ അല്ലാതെ വേറെ എന്തിനാ കുറ്റിയിടുന്നത്? പക്ഷെ ഞാൻ ആ കുട്ടി ആ രീതി ഞാൻ ചോദിച്ചതിന് മറുപടി പറയടാ. നീ വേറെ നിന്റെ കഥ എടുത്തൊക്കെ അങ്ങ് വേറെ കൊണ്ടുപോയാൽ മതി. ഇടിച്ച് നിന്നെ പഠിപ്പിച്ച് നിന്റെ പരിപ്പിളക്കിയിട്ട് ഒലക്കിയിട്ട് ഉരുട്ടിയിട്ട് ഡെഡ് ബോഡി നീ പെണ്ണിനെ കൊന്നില്ലേ? അതേപോലെ ഞാൻ കൊന്നിട്ടില്ല. നീ കൊന്നിട്ടില്ലെങ്കിൽ പിന്നെ ഇനി ഉത്തരം പറ. ഞാൻ അന്നേരത്തെ എന്റെ കഷ്ടകാലത്തിന് റൊമാൻസ് അറിയാവോന്ന് അറിയാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നോക്കി. പ്രാക്ടീസ് ചെയ്യിപ്പിച്ചില്ല. റൊമാൻസ് ഒരു കുറ്റിയിട്ടിട്ടാണോടാ പ്രാക്ടീസ് ചെയ്യുന്നത്? ഞാൻ മറ്റ് ഞാൻ നീ ഒന്നാമത് റൂമിനകത്ത് വിളിച്ച് കയറ്റിയ പരമ നീ വൃത്തികെട്ടവനായോണ്ടാണ്. രണ്ടാമത് നീ കുറ്റിയിട്ടത് അല്ലും വലിയ വൃത്തികെട്ടവനാണ്. പക്ഷെ ഇതിനെല്ലാം നല്ലൊരു ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നു. എന്തോ ഉദ്ദേശശുദ്ധി? മനസ്സുകൊണ്ട് ആരെയും വഞ്ചിക്കാനോ ചതിക്കാനോ വേണ്ടിയല്ല. ചതിക്കാൻ വേണ്ടിയല്ലേ നീ എന്തൊരു കുറ്റിയിട്ടത്? ശരി, റൊമാൻസിങ്ങനെ നോക്കിയിട്ട് അപ്പൊ ഈ പെണ്ണ് ഒബ്ജക്ഷൻ പറഞ്ഞില്ല. പെണ്ണ് വശപ്പശ കാണും. നമുക്ക് പോലീസിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് വശപ്പശ കാണും. ഈ പെണ്ണ് പറയണമെന്ന് വെച്ചാൽ കുറ്റിയിടണ്ട. അപ്പൊ ഡോർ തുറന്നിട്ട് നീ എന്റെ അടുത്ത് പറ, പിന്നെ എനിക്ക് കുറ്റിയിട്ടോട്ടെ എന്ന് ചോദിക്കും. ഞാൻ പെണ്ണ്, ഞാൻ സരിഗമല്ലടാ, സകരിമയല്ലേ? നീ തന്നെ ഇത് തെറ്റിച്ചാ പിന്നെ എങ്ങനെ? ഞാൻ പെണ്ണ്, ഞാൻ സകരിമേ. നമ്മളൊന്ന് റിഹേഴ്സൽ നോക്കാൻ പോവുകയാണ്. റൊമാൻസ് വർക്കൗട്ട് ആവുന്നോന്ന് അറിയാൻ വേണ്ടി. ഞാൻ ഈ വാതിൽ നടച്ചോട്ടെ? അത് വേണ്ട. ഈ കുറ്റിയെ നിട്ടോട്ടെ? അത് വേണ്ട അണ്ണാ. എന്താ അണ്ണാ? അത് വേണ്ട. കാരണം വെറുതെ ആൾക്കാരെ കൊണ്ട് അത് ഇതും പറയിക്കില്ല. ഞാൻ അഭിനയിക്കാൻ നടക്കണ കൊച്ചാണെണ്ണ. അണ്ണ എങ്ങനെ കുറ്റിയിട്ടിട്ടുള്ള ടെസ്റ്റിംഗ് ഒന്നും വേണ്ട അണ്ണ. ഞാൻ എന്റെ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞാണെണ്ണ. വേണ്ട കേട്ടാ. എന്ന് പറഞ്ഞേനെ അവളിത് പറഞ്ഞെന്ന് വെച്ചാൽ ഓക്കെ, അഭിനയിക്കാനല്ലേ എന്ന് ചോദിച്ചതിന്റെ അർത്ഥം വേറെന്താണ്? അഭിനയിക്കാനല്ലെങ്കിൽ പിന്നെ വേറെന്താണ്? കുട്ടി പേടിച്ചിട്ടായിരിക്കും. പേടിച്ചിട്ട് എന്തോ ചോദിച്ചു? അല്ല, പേടിച്ചിട്ടായിരിക്കും അങ്ങനെ ചോദിച്ചത്. അഭിനയിക്കാനല്ലേ എന്ന് പേടിക്കും പാടോ? അഭിനയിക്കാനല്ലേ എന്ന് ചോദിക്കുന്നത്. പേടി ഉണ്ടെങ്കിൽ അവൾ അഭിനയിക്കാൻ വരൂ. പേടി ഉണ്ടെങ്കിൽ അവൾ അഭിനയിക്കാൻ വരൂടാ പുല്ല്. ഇപ്പൊ ഞാൻ എന്റെ കഷ്ടകാലത്തിന് ആ കുട്ടിക്കൊന്ന് റൊമാൻസ് വേണോ അറിയാവോന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങളൊന്ന് അഭിനയിച്ചപ്പോ നല്ല രീതിയിൽ റൊമാൻസ് വർക്കൗട്ട് ആവുന്നുണ്ട്. എങ്ങനെ അഭിനയിച്ചു? എത്രത്തോളം നീ കടന്നു പിടിച്ചാ? ഞാൻ പിടിച്ചില്ല. പിന്നെ എങ്ങനെ റൊമാൻസ്? പിന്നെ എന്തോന്ന് റൊമാൻസ്? പിന്നെ എന്തിനാ നീ കുറ്റിയിട്ട്? അല്ല, ആ പാട്ടുരംഗത്തിലോ ആ പാട്ടുരംഗത്ത് എങ്ങനെ നീ അഭിനയിച്ചു? ഞാൻ പെണ്ണ് കയ്യിൽ പിടിച്ച് ഇത് അറിയാൻ വേണ്ടി. എടാ, പോലീസ് എന്ന് പറഞ്ഞ മണ്ടന്മാർ.